ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ള ക്യൂൺ ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരു എനർജി ഫസ്റ്റ് തന്നെ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന ആളുകളുടെ ഒരു സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലല്ല റിലേഷൻഷിപ്പിലുള്ളത്. അതായത് ഒരു ബ്രേക്ക് ഇതിനിടയിൽ സംഭവിച്ചിരിക്കുന്നു, ഒരു സൈലൻസ് ഇതിനിടയിൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സെപ്പറേഷനോ ഒരു നോ കോണ്ടാക്റ്റോ ആ ഒരു രീതിയിൽ ഒരു ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ എനർജീസിലേക്ക് വരുമ്പോൾ അവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ അവർക്കൊരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനായിട്ട് പറ്റുന്നില്ല. ഉറപ്പില്ലാത്ത ഒരവസ്ഥയാണ് അവരുടെ മനസ്സിനുള്ളത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഒത്തിരിയധികം അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനായിട്ട് പറ്റുന്നില്ല ഒരു കാര്യത്തിലും. അപ്പം അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന വ്യക്തികൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ കൊണ്ടുപോയിരുന്ന വ്യക്തികളാണ്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് കൈവിട്ടു പോയി എന്ന് ചിലപ്പോൾ കൈവിട്ട് പോയിട്ടുണ്ടാവില്ല, അവർക്ക് വീണ്ടെടുക്കാവുന്നതേ ഉള്ളുമായിരിക്കും. പക്ഷെ എങ്കിൽ പോലും കൈവിട്ട് പോയി, എൻഡായി പോയി എന്നാണ് അവർ വിചാരിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു അവസരം എന്ന രീതിയിൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അവര് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാധാന്യമൊക്കെ അവര് നിങ്ങളുടെ ഇമ്പോർട്ടൻസ്, നിങ്ങളുടെ വാല്യൂ ഒക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ആ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് തുറന്ന് പ്രകടിപ്പിക്കാനായിട്ട് അവര് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ആ ഒരു വികാരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി ഇമോഷൻസ് ഒക്കെ നിങ്ങളോടുണ്ട്, അത് അവർ തിരിച്ചറിയുന്നുണ്ട്, ആ മനസ്സിലുണ്ട് എന്നുള്ളത്. അതൊന്നും പ്രകടിപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നത്, പ്രകടിപ്പിക്കാനൊക്കെ മടിയുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഒരു എനർജിയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, പിന്നീട് വരുന്ന ഒരു കാർഡുകളിലേക്ക് നോക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഗ്രോത്ത്, ഒരു സ്പിരിച്വൽ ഗ്രോത്തും അല്ലാതെയുള്ള ഒരു ഗ്രോത്ത് ഒക്കെ കൊണ്ടുവരാനായിട്ട് അവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്, നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് അവർ മനസ്സിലാക്കുന്നത് നമ്മൾ ഫസ്റ്റ് 2 കാർഡുകളിൽ തന്നെ അത് മനസ്സിലായി നമുക്ക്. പിന്നെ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അവർ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഒരു സഹായിക്കാനുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ അവരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിലേക്ക് അവരുടെ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങളിലും പെട്ട് അവർ സങ്കടപ്പെട്ട് നിന്ന അല്ലെങ്കിൽ വിഷമിച്ച് നിന്ന സമയത്ത് ജീവിതത്തിലേക്ക് ഒരു പ്രകാശവുമായിട്ട് കടന്നു വന്ന ഒരു വ്യക്തിയായിട്ടാണ് അവരെ നിങ്ങളെ കാണുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങളോട് ഒത്തിരി സ്നേഹം അവർക്കുണ്ട്. നിങ്ങൾക്ക് ഒപ്പം തന്നെ ഇനി ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഉള്ള ഒരു ബന്ധമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു പാർട്ട്ണർഷിപ്പ്, നല്ല രീതിയിൽ ഒരു പാർട്ട്ണർഷിപ്പായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജീസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അവരുടെ ലൈഫിൽ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാനം തന്നെയാണ് നിങ്ങൾക്ക് അവർ നൽകിയിട്ടുള്ളത്. അവരുടെ ജീവിതത്തിന്റെ ഒരു സ്റ്റെബിലിറ്റി ആയിട്ട് നിങ്ങൾ നിൽക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ആ ഒരു സ്റ്റെബിലിറ്റി നൽകുന്ന, അല്ലെങ്കിൽ അവർക്ക് ലൈഫിലേക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ടുള്ള എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി നൽകുന്ന ഒരു സ്ഥാനമാണ് നിങ്ങൾക്കുള്ളത് അവരുടെ മനസ്സിൽ എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ മനോഹരമായ ഒത്തിരി നല്ല എനർജീസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അവർ നിങ്ങളെ സ്വപ്നങ്ങളിൽ ഒക്കെ വളരെ പ്രതീക്ഷയോടെയുള്ള സ്വപ്നങ്ങൾ കാണുന്നു, സന്തോഷത്തോടെയുള്ള സ്വപ്നങ്ങൾ കാണുന്നു, നിങ്ങളുമായിട്ട് ഒരുമിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്നു, ഒത്തിരി റൊമാൻറ്റിക് ഫീലിങ്സുകൾ കാണുന്നു. ഒക്കെ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ഒക്കെ ഇവർക്ക് എപ്പോഴും വരുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങളെക്കുറിച്ചുള്ള റൊമാൻറ്റിക് ഫീലിങ്സുകൾ വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു റൊമാൻറ്റിക് ഫീലിങ്സിന് തന്നെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ ഒരു ഇതല്ല,
മാത്രമല്ല നമുക്കൊരു സ്പിരിച്വൽ കണക്ഷൻ കൂടി ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. ഒരു ഡിവൈൻ ടച്ച് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനായിട്ട് വരുന്നത്. ഒരു ഫിസിക്കൽ ഒരു അട്രാക്ഷനോ ഒരു സൗന്ദര്യം നോക്കിയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല നിങ്ങളോട് ഇവർക്ക് അട്രാക്ഷൻ തോന്നുന്നത്. ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരു കണക്ഷൻ കൂടി അവർക്ക് നിങ്ങളോടുണ്ട്. ഒരു ഡിവൈൻ ടച്ച് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഓക്കെ, പിന്നെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രചോദനവും വെളിച്ചവും ഒക്കെ ആയിട്ട് നിങ്ങൾ പലപ്പോഴും നിന്നിട്ടുണ്ടാകാം. അവരെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. അവർക്ക് ഒത്തിരി അഡ്വൈസുകളൊക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് അവരെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഇടയ്ക്ക് എപ്പോഴോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പിരിഞ്ഞു പോകേണ്ടതായി, അകന്നു പോകേണ്ടതായി വന്നിട്ടുണ്ടാകാം. അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ എപ്പോഴും നമ്മൾ മാറിപ്പോയിട്ടുണ്ടാവുക. അങ്ങനെ മാറിപ്പോകുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ നമ്മൾ കോൺഫ്ലിക്ട്സുകൾ വഴക്കുകളൊക്കെ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഹർട്ട് ചെയ്ത് സംസാരിച്ചിട്ടാകും പോവുക. ചിലപ്പോൾ മിണ്ടാതെ പോയിട്ടുണ്ടാകും. എങ്ങനെ പോയാലും രണ്ടുപേർക്ക് മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങൾ ഉണ്ടാകും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇപ്പോൾ അങ്ങനെ പ്രതികരിക്കാതിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ നല്ല രീതിയിൽ പോയേനെ, അല്ലെങ്കിൽ അവർ അങ്ങനെ പ്രതികരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇത് വന്നേനെ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു പേഴ്സണും ഉണ്ട്. നിങ്ങൾ കുറച്ചും കൂടി ഒരു ബോൾഡായിട്ട് നിന്നിരുന്നെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഹർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഒത്തിരി ഫീൽ ചെയ്യില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി നല്ല രീതിയിൽ പോയേനെ, അല്ലെങ്കിൽ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ ഒരു ഇനി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ പോകില്ലായിരുന്നു എന്ന് വരെ ചിന്തിക്കുന്ന ആളുകൾ നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ചിന്തകളിലൂടെയൊക്കെ അവർ പോയി നിങ്ങളുടെ ഒരു സൈഡും കൂടി അവർ ചിന്തിച്ച് അവരൊരു ഹീലിംഗ് പ്രോസസ്സ്, ഒരു ഹീലിംഗ് എനർജിയാണ് ഇപ്പൊ അവരുടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഹീലിംഗ് എനർജിയിലൂടെ പോകുന്നു. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസും നിങ്ങളൊരു വെളിച്ചമായിരുന്നു അവരുടെ ലൈഫിലെ, നിങ്ങളൊരു പ്രചോദനമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തിരിച്ചറിയുന്ന എനർജീസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്രയും അധികം ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അവരുടെ ലൈഫിൽ നിന്ന് ഈ ഒരു സമയങ്ങളിലാണ് അവർ തിരിച്ചറിയുന്നത്. പിന്നെ നമുക്ക് നൈറ്റ് ഓഫ് വാൻഡ്സ്, 8 ഓഫ് സോർട്സിന്റെ കാർഡുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇവർ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതേ സമയം തന്നെ അവർക്ക് ഒരു പേടിയോ സംശയമോ അല്ലെങ്കിൽ പശ്ചാത്താപം അതൊക്കെ നമുക്കിവിടെ ഒരു കുറ്റബോധം കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ചില ചീറ്റിങ്ങുകളോ കാര്യങ്ങളൊക്കെ ചെയ്ത് പോയിട്ടുള്ള, അല്ലെങ്കിൽ വലിയ നിങ്ങളെ ആവശ്യമില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ട് നീ ഇല്ലെങ്കിലും ഞാൻ ജീവിക്കും എന്ന രീതിയിൽ പോയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ കൂടിയും തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇനി സ്വീകരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് തീർച്ചയായും അവർക്കൊരു ഈ നൈറ്റ് ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് നല്ലൊരു അട്രാക്ഷൻ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ മനസ്സിലൊരു പക്ഷെ ഒരു ഡൗട്ട് ഉണ്ട്. ആ ഒരു എന്താ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണോ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകാം എന്നല്ലാതെ നമുക്ക് ജനറൽ റീഡിങ് ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഒരു സെൽഫ് ഡൗട്ട് അവർക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. നിങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പിൽ വന്നു പോയിട്ടുള്ള ഈ ഒരു ബ്രേക്കിന് കാരണമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് അത് വരാം. അപ്പൊ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ട്. ആ ഒരു സെൽഫ് ഡൗട്ടാണ് അവരെ പിടിച്ച് പിന്നോട്ട് വലിക്കുന്നത്. അപ്പൊ അവർക്ക് ചിലപ്പോൾ നിങ്ങളോട് നല്ല അട്രാക്ഷൻ ഉണ്ട്, നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് ഈ ഒരു പേടി അല്ലെങ്കിൽ ഈ ഒരു സെൽഫ് ഡൗട്ട് അവരെ പിന്നോട്ട് വലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അവര് നിങ്ങളോടൊപ്പം ഒത്തിരി സമയം ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ അവർക്ക് ഒരു ധൈര്യം കുറവാണ് എന്നാണ് കാണുന്നത്. നിങ്ങളോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനും നിങ്ങളോടൊപ്പം കമ്മ്യൂണിക്കേഷൻ നടത്താനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനിടയ്ക്ക് കുറച്ച് തേർഡ് പാർട്ടീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം. അപ്പൊ അവരെയും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ പേടിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് വരാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായിരിക്കാം ഇവരുടെ ഒരു ധൈര്യം കുറവാണ് എന്ന രീതിയിൽ നമുക്ക് ഒരു ഇത് വരുന്നത്. അല്ലെങ്കിൽ തേർഡ് പാർട്ടി സമ്മതിക്കുന്നുണ്ടാവില്ല. അതിപ്പോ പേരൻസോ അല്ലെങ്കിൽ ആര് തന്നെയാണ്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അവിടെ. ഇതൊക്കെ ആയിരിക്കാം ഇവരെ ഒന്ന് മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവരൊന്ന് മടിച്ചു നിൽക്കുന്നതിന് കാരണം എന്ന് വിചാരിക്കുന്നു. ഒരു ധൈര്യം കുറവാണ് എന്നാണ്. നിങ്ങളോടൊപ്പം ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ വ്യക്തിക്ക് ഒത്തിരി ആഗ്രഹമുള്ളതായിട്ട് കാണുന്നത്, പക്ഷെ ഒരു ധൈര്യം കുറവാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം പക്ഷെ നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഉണ്ട് ഇവർക്ക്. അപ്പൊ ഈ ഒരു 4 ഓഫ് വാൻഡ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഡെത്ത് കാർഡ് പിന്നെ വന്നിരിക്കുന്നത്. അപ്പം ഈ രണ്ട് കാർഡും കൂടെ ചേർത്ത് പറയുമ്പോൾ നമുക്ക് വലിയൊരു മാറ്റം നമ്മൾ പറയാനായിട്ട് സാധിക്കും. ഒരു ചേഞ്ചസ് ഇവിടെ കാണുന്നുണ്ട്. അവര് നിങ്ങൾക്ക്
നിങ്ങളോട് കൂടി ചേർന്ന് ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ഡെത്ത് കാർഡും കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പഴയ ഒരു തെറ്റുകളോ അല്ലെങ്കിൽ മിസ്റ്റേക്കുകളോ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഇവരുടെ നിങ്ങളുടെ ലൈഫിന്റെ ഇടയിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവയെല്ലാം മാറിപ്പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അതെല്ലാം വിട്ട് കളഞ്ഞിട്ട് പുതിയൊരു തുടക്കം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റീബർത്ത്, ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു റീബർത്ത് അവരിലേക്ക് വരും. അപ്പൊ ആ ഒരു റീബർത്തിൽ നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഗിവ് ആൻഡ് ടേക്ക് രീതിയിൽ, ഈ ഒരു പാർട്ട്ണർഷിപ്പിന്റെ രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരുടെ മനസ്സിൽ, അവരുടെ ഫ്യൂച്ചറിൽ ഒരു സ്റ്റെബിലിറ്റിയുടെ പ്രതീകമായിട്ടാണ് നിങ്ങളെ അവർ ശരിക്കും കാണുന്നത്. അവർക്ക് മുന്നിലേക്ക് ജീവിക്കാനുള്ള ഒരു സ്ഥിരതയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. അല്ലാതെ ജസ്റ്റ് ഒന്ന് ഇതിൽ വന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് മാറിപ്പോവുക. ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ രണ്ടുപേരും റിലേഷൻഷിപ്പ് വന്നു, എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടായി, പിണക്കങ്ങളുണ്ടായി, നമ്മളത് പിരിഞ്ഞു പോകുന്നു, പിന്നീട് അത് പറഞ്ഞ് സോൾവ് ആക്കുന്ന, വീണ്ടും റിലേഷൻഷിപ്പ് ആ ഒരു രീതിയിലായിരിക്കാൻ പോകുന്നത്. പക്ഷെ ഇനി അങ്ങനെയല്ല, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാകണമെന്ന് ഈ ഒരു പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കാനായിട്ടും ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ളൊരു സ്ഥാനം, അതാണല്ലോ നമ്മൾ മെയിനായിട്ട് ഇവിടെ നോക്കുന്നത്. സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഗൗരവമുള്ള ഒരു സ്ഥാനമാണ്. പക്ഷെ അതോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ കാണുന്നുണ്ട്. ഒരു ശരിക്കും എന്താ പറയാ, ഒരു മച്ചുവറായ വ്യക്തി എന്തെങ്കിലും ഗൗരവപരമായ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അതേ രീതിയിലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ അതിന് ഒരു രഹസ്യ സ്വഭാവമുണ്ട് എന്നുള്ളതാണ്. അത് രഹസ്യവുമാക്കി അവർ സൂക്ഷിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവര് നിങ്ങളോട് വളരെയധികം ഒരു റെസ്പെക്റ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് ഒരു റെസ്പെക്റ്റ് കലർന്ന രീതിയിലുള്ള ആഴത്തിലുള്ള ഒരു സ്നേഹമാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. അതാണ് ക്യൂൻ ഓഫ് സോഡ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പം വളരെ ഒരു നിങ്ങളെ ഒരു ബുദ്ധിയുള്ള, വളരെ ശക്തിയുള്ള ഒരു ആളായിട്ട് ഈ ഒരു പേഴ്സൺ കാണുന്നു എന്നുള്ളത് നമുക്ക് ഒരു എനർജീസ് കിട്ടുന്നുണ്ട്. അവർ ഇപ്പോഴും പല തെറ്റിദ്ധാരണകളും ഭയങ്ങളിലും പേടികളിലും ഒക്കെ അവർ കുടുങ്ങിക്കിടക്കുന്നു. അല്ലെങ്കിൽ ചില ആളുകൾ ബ്ലാക്ക് മെയിലിംഗ് ചെയ്ത് നിർത്തിയിട്ടുള്ളതായിരിക്കാം. എന്താണെങ്കിലും ആ ഒരു കാര്യങ്ങളിൽ അവർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ എങ്കിലും അവരുടെ ഹൃദയം നിങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അവരുടെ മനസ്സ് ഇപ്പോഴും ഒരു സേഫ് സോൺ വിട്ടു പോകാനായിട്ട് മടിയുള്ള ഒരവസ്ഥയിലാണ്. അവരുടെ മനസ്സ് സേഫ് സോണിൽ തന്നെ നിൽക്കുന്നു. അത് ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അവരുടെ മനസ്സ് ഈ ഒരു സേഫ് സോണിൽ നിൽക്കുകയും അവരുടെ ഹൃദയം നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണെങ്കിലും നമ്മളിവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി, അതായത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ആരാണോ, പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളതാണ്. ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനം തന്നെയാണ് അവർ നൽകുന്നത്. അവരുടെ ഹൃദയത്തിൽ ഒരു പ്രചോദനമായിട്ടും അല്ലെങ്കിൽ അവർക്കൊരു ആശ്വാസം നൽകുന്ന ഒരാളായിട്ട് അവർ കാണുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളോട് വളരെയധികം സ്നേഹവും ബഹുമാനവും ഉള്ള, ആഴത്തിലുള്ള ഒരു സ്നേഹം നൽകുന്ന അത്തരത്തിലുള്ള ഒരു ബന്ധമായിട്ട് നിങ്ങളുടെ ബന്ധത്തെ കാണുന്നു. ആ ഒരു പഴയ പാസ്റ്റിലെ വേദനകളിൽ നിന്നൊക്കെ മാറി പുതിയതായിട്ട് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് ഈ ഒരു റീബർത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ സംശയവും ഭയവും ഒക്കെ പേടിയൊക്കെ അവർക്കുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അവരുടെ ആത്മാവിനെ സ്പർശിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ അവരുടെ മനസ്സിന് സമാധാനവും പ്രകാശവും ഒക്കെ തരുന്ന ഒരു വ്യക്തി എന്നാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്തകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഒരു സ്ഥാനവും അത് തന്നെയാണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടെ നമുക്ക് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ക്ലൂ കിട്ടിയിരിക്കുന്നത് 7 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലവേഴ്സ്, ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ റീഡിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ 47 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നു. നമ്പർ 40 നമുക്ക് കിട്ടുന്നുണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വീണ്ടും നമുക്ക് റീഡിങ് കിട്ടുന്നുണ്ട്. ലൈഫ് ചേഞ്ചസ്, ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. നേച്ചർ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഇടുക്കി ഡിസ്ട്രിക്റ്റ് ഉള്ള ആളുകളായിരിക്കാം. ജൂൺ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. 1986 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ
25 നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ക്ലൂ ബ്ലാക്ക് കളറാണ്. അതുപോലെ സെൻസിറ്റീവ്, നിങ്ങളുടെ പേഴ്സൺ വളരെ സെൻസിറ്റീവ് ആയിരിക്കാം. ഡ്രോയിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഹിയറിംഗ് ഇഷ്യൂസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിരിക്കാം. ബ്ലൂ കളർ നമുക്ക് കിട്ടുന്നു. വൈറ്റ് കളർ, നമ്പർ 41, നമ്പർ 52, അതുപോലെ ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. നമ്പർ 38, അതുപോലെ തന്നെ നമുക്ക് യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ക്ലൂ ആണ് നമുക്ക് കിട്ടുന്നത്. ട്രൂ ലവ്, ഇതൊരു സത്യസന്ധമായ സ്നേഹമാണ് എന്നാണ് പറയുന്നത്. നമ്പർ 44 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ എക്സ്പെക്ട് മിറാക്കിൾസ്, ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ്, ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ടിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഡാൻസ്, അതുപോലെ ഡാൻസ് കിട്ടുന്നുണ്ട് നമുക്ക്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ക്ലൂ നമ്പർ 55 ആണ്. ലെറ്റർ എച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 2 നമുക്ക് കിട്ടുന്നുണ്ട്. എൻകറേജസ് യു, നിങ്ങളെ എൻകറേജ് ചെയ്തിട്ടുള്ള വ്യക്തിയാകാം ഈ ഒരു പേഴ്സൺ. വിത്തിൻ 72 hours എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു പോസിബിലിറ്റി ആണത്. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഗാർഡനിങ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ 39 എന്ന് പറയുന്നൊരു നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളുകളാകാൻ ചാൻസ് ഉണ്ട്. പർപ്പിൾ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ. മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു കളർ. ലെറ്റർ ടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 37 നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ എക്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 5 നമുക്ക് കിട്ടുന്നുണ്ട്. 1981 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. ദിസ് മന്ത് എന്ന് പറയുന്നൊരു ക്ലൂ ഒരു പോസിബിലിറ്റി ആണ്, അത് നമുക്ക് കിട്ടുന്നുണ്ട്. 1988 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. അതുപോലെ തന്നെ 1994 എന്നാണ് നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.